ഇവിടെ അസറിന്റെ ശേഷം മഗ്രിബ് വരെയാണ് പോലും സലാത്ത്. അതിന് എത്തിപ്പെടണമെങ്കിൽ അസർ ഖളാആക്കിയിട്ട് അവിടുന്ന് പുറപ്പെടണം. അസർ നിസ്കാരമില്ല, ഇവിടെ എത്തിയ മഗ്രിബുണ്ടോ അതുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, ദീനുമില്ല. എന്നിട്ട് സ്വലാത്തോ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമാണ് പോലും, ബഹുമാനമാണ് പോലും, അവിടുത്തോട് ബഹുമാനാണ് പറയാ. അവിടുന്ന് പറഞ്ഞതിനൊക്കെ എതിര് ചെയ്യാ. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധിക്കരിക്കുന്നുവല്ലേ, അവിടുത്തെ കൽപ്പനകളൊക്കെ നീ കാറ്റിൽ പറത്തുന്നുവല്ലേ, എന്നിട്ടും അവിടുത്തോട് എനിക്ക് മഹബത്താണ്, സ്നേഹമാണ്, പിരിശമാണ് എന്ന് നീ പറയുന്നുവല്ലേ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ ഖൽതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ അവിടുന്ന് പറഞ്ഞതുപോലെ നീ അനുസരിച്ച് ജീവിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. നബി തങ്ങൾ പറഞ്ഞ സിയാറത്തൊക്കെ ചെയ്യൂല, അല്ലാത്ത സിയാറത്തൊക്കെ ചെയ്യും. എന്തിനാ മുട്ടന്തല പള്ളിയിൽ പോകുന്നത്, എന്തിനാ ഉള്ളാളത്തേക്ക് പോകുന്നത്, എന്തിനാ കാസർഗോഡ് മാലിക് ദീനാറിന്റെ പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്? മാലിക് ദീനാറിന് ഒരുപാട് തെറ്റുകളുണ്ട്, പടച്ചോനെ പുറത്തു കൊടുക്കണേ. ഉള്ളാളത്തെ സയ്യിദ് മദനിക്ക് ഒരുപാട് പാപങ്ങളുണ്ട്, റബ്ബേ അദ്ദേഹത്തിന്റെ പരലോകം ഹൈറാക്കി കൊടുക്കണേ എന്ന് പറയാൻ വേണ്ടിയാണോ മുട്ടുംതലയിലെ പേരറിയാത്തയാള് പേരുണ്ടെന്നും ഇല്ലെന്നും മുട്ടും തലയുമാണ് എന്നും പല കൗലുകൾ. അങ്ങനെയാണല്ലോ എല്ലായിടത്തും. എവിടൊക്കെ എന്തൊക്കെ ഉള്ളെന്ന് ആർക്കറിയാം? ഉണ്ടോ ഇല്ലേ? എന്താ ഇതിന്റെ അകത്തുള്ളത്? ഇത് നമ്മൾ പറയുന്നതല്ലോ. 1992 ഖുറാഫികളുടെ പ്രസിദ്ധീകരണമായ റിസാലയിൽ പോലും പറഞ്ഞു, പല സ്ഥലങ്ങളിലും പല മൺകൂനകളിലും ആളുകൾ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നുണ്ട്. മൺകൂന, വെറും മൺകൂന. അതിന്റെ അകത്ത് ആരാ ഉള്ളത്? നിണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിമാണോ? നിണ്ടെങ്കിൽ തന്നെ മനുഷ്യനാണോ? അത് തന്നെയും മനുഷ്യൻ തന്നെയാണോ അതോ വല്ല മൃഗമാണോ, പോത്താണോ, പട്ടിയാണോ, കഴുതയാണോ, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കാണാൻ പോയിട്ട് ഞാൻ ചെർക്കളയിൽ ഒരു തോട്ടം, കവുങ്ങുംതോട്ടമല്ല കബറുതോട്ടം, കബറുതോട്ടം കാണാൻ പോയി. കബറുതോട്ടത്തെ പറ്റി ആളുകളൊക്കെ ഉത്ബുദ്ധരായപ്പോ കബറുതോട്ടം പൂട്ടിപ്പോയി, അഡ്രസ് ഇല്ല. എത്ര മനുഷ്യന്മാരുടെ ഈമാൻ അവിടെ കൊണ്ടുവന്ന് കബറടക്കി, എത്ര മനുഷ്യന്റെ തൗഹീദ് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചുകൂടി. ഈ സമുദായത്തിന് മറുപടി പറയേണ്ട ബാധ്യതയില്ലേ? എത്രയോ മുസ്ലിയാക്കന്മാരവിടെ ഫാത്തിഹ വിളിച്ചു നിന്നിട്ടില്ലേ? എത്രയോ മുസ്ലിയാക്കന്മാരവിടെ ജാറം മൂടാൻ സഹായിച്ചിട്ടില്ലേ? എത്രയോ മുസ്ലിയാക്കന്മാരവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ലേ? എത്രയോ മുസ്ലിയാക്കന്മാരവിടെ ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകച്ചിട്ടില്ലേ? നിങ്ങൾ എന്ത് മറുപടി പറയും ഈ സമുദായത്തോട്? അന്നും മുജാഹിദുകൾ ഭയമില്ലാതെ പറഞ്ഞു ജനങ്ങളോട്, അത് തട്ടിപ്പാണ് ജനങ്ങളെ. അന്ന് എന്തൊക്കെയാ പറഞ്ഞ്? കുറെ വന്നിക്കണ്. സൈനബാ ബീവി ഉണ്ട്, ഫാത്തിമാ ബീവി ഉണ്ട്, മക്കത്തുനിന്നും മദീനത്തുനിന്നൊക്കെ കുറെ ആൾക്കാർ പുറപ്പെട്ടിക്കണ്. അപ്പൊ അന്ന് ഈ ഉള്ളവൻ പറഞ്ഞു, ചിലത് വാളയാർ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഉടനെ അവരും എത്തുന്നുണ്ട്. ഈ നിലക്ക് ഇങ്ങനെ കബറും ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വളച്ചു കെട്ടി. എന്തായിരുന്നു നീളം? ബഹുജോറ് നീളാണ്. അതിങ്ങനെ വിശാലമാക്കി കൊടുത്തതല്ലേ. ഞാൻ അവിടുത്തെ ഒരു കുട്ടിനോട് ചോദിച്ചു, അല്ല കുട്ടി, ഇതെന്താ ഈ കബറിത്ര നീളം? കബറിത്ര നീളം എന്താ? അപ്പോ ഈ കുട്ടി പറയണം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണില്ലേ അള്ളാനോട്, അള്ളാ കബർ വിശാലാക്കി കൊടുക്കണേ. ഇവർക്കിങ്ങനെ നീട്ടിക്കൊടുത്തതാണ്, അങ്ങനെ നീന്താനേ ഇവർക്കിങ്ങനെ നീട്ടിക്കൊടുത്തതാണ്. ഓരോറ്റ കള്ള കബറൊന്നും അവിടെ കാണാണ്ടോ? പൂട്ടിപ്പോയില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിഞ്ഞോ പ്രിയപ്പെട്ടവരെ? അവിടെ കബറുണ്ടായാലും ഇല്ലെങ്കിലും മുജാഹിദുകൾക്കൊന്നുമില്ല. പക്ഷേ അള്ളാന്റെ ദീന് പഠിപ്പിക്കാൻ രംഗത്തുള്ള മുജാഹിദുകൾക്കൊരു നഷ്ടമുണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈമാൻ കബറടക്കപ്പെടരുത്, അവരുടെ സ്വർഗം നിഷിദ്ധമാക്കപ്പെടരുത്, അവര് നരകത്തിൽ എത്തിപ്പെടരുത്. ആ ഒരൊറ്റ ഇഖ്ലാസോടുകൂടെയാണ് അന്ന് മുജാഹിദുകൾ അതിനെതിരെ പ്രതികരിച്ചത്. അഡ്രസ്സില്ല, പൂട്ടിപ്പോയി. ആരോടാണ് ഈ സമുദായം നന്ദി പറയേണ്ടത്? ആരോടാണ് ഈ സമുദായം കടപ്പെട്ടത്? കഴിഞ്ഞില്ല. ഇപ്പൊ ബേക്കലെടുത്തൊരു കുത്തുബാ പള്ളി ഇല്ലേ, അവിടേക്കുള്ള ഒഴുക്ക് നിലച്ചു എന്നാ കേൾക്കുന്നത്. ആരാണ് അവിടെ? എന്താണ് അവിടെ? അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ CP സലീം അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. എത്രയെത്ര പീഡനങ്ങൾ ഉണ്ടായി. അതിനെ എതിർത്തതിന്റെ പേരിൽ ഈ സ്ഥലത്ത് തന്നെ, ഈ പ്രദേശത്തുള്ള ഒരു പ്രിയപ്പെട്ട ഒരു നല്ലൊരു പ്രസിദ്ധീകരണങ്ങളും CD-കളും ഒക്കെ വിതരണം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധ ഖുർആൻ ആളുകൾ പഠിച്ചിരുന്ന കേന്ദ്രത്തെ സാമൂഹ്യദ്രോഹികൾ ചുട്ടരിച്ചില്ലേ? അങ്ങനെ നിങ്ങൾ ആ ലൈബ്രറിയും ഓഫീസും കത്തിച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതും
നിങ്ങൾ ചുട്ടു ചാമ്പലാക്കിയില്ലേ? സാമൂഹ്യദ്രോഹികളല്ലേ അത് ചെയ്തത്? ഈ നാട്ടിലെ ആളുകൾ അത് സമ്മതിക്കുമോ? ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യന്മാർ അതിന് അംഗീകാരം കൊടുക്കുമോ? ഇല്ലല്ലോ. സാമൂഹ്യദ്രോഹികൾ അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തെ എന്ത് വില കൊടുത്തും എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമൂഹ്യദ്രോഹികൾ, അവർക്കൊരു പക്ഷേ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടാകാം, ഏതെങ്കിലും ദർസിൽ പഠിച്ചവരാകാം. പക്ഷേ അവർക്ക് അള്ളാന്റെ തൗഹീദ് മനസ്സിലായിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് മനസ്സിലായിട്ടില്ല, അതവർ പഠിച്ചിട്ടില്ല. പലതും പഠിച്ചതവർ മൂടിവെക്കുകയുമാണ്. അങ്ങനത്തെ സാമൂഹ്യദ്രോഹികൾ ഇത് ചുട്ടരിച്ചില്ലേ? അങ്ങനെയൊക്കെ പീഡനങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചുവെങ്കിൽ അവരോട് വളരെ വിനീതമായി ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു ശക്തമായ മലവെള്ളപ്പാച്ചിലാണ്, ഇതൊരു ശക്തമായ ഒഴുക്കാണ്. ഈ ഒഴുക്കിന്റെ മുമ്പിൽ ഒരുത്തൻ നിന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് അങ്ങോട്ടൊഴിച്ചാൽ ഈ ഒഴുക്കിനെ തടയാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ സാധ്യമല്ല കേട്ടോ. തൗഹീദിന്റെ ഈ സൂര്യപ്രകാശം, ഈ പ്രകാശം അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ വായ കുഴങ്ങിപ്പോയി എന്നതല്ലാതെ ഈ ശബ്ദത്തിന് ഒരു മാറ്റവും ഒരു കാലത്തും സംഭവിക്കുന്നതല്ല. കാരണം അല്ലാഹുവിന്റെ സഹായം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ സർവ്വജാറങ്ങളോടനുബന്ധിച്ച് നടക്കുന്നത് എന്താണ്? ഇസ്ലാം അംഗീകരിച്ച എന്ത് കാര്യമാണ് ഒരു ജാറത്തിൽ നടക്കുന്നത്? ഇസ്ലാം അംഗീകരിക്കാത്തതല്ലേ മുഴുവനും അവിടെ നടക്കുന്നത്, അല്ലേ? ശരിയായ ഒരു സിയാറത്ത് അവിടെ നടത്താൻ സമ്മതിക്കൂല, അതിനാരും അങ്ങോട്ട് പോകില്ല, അതാരും പോയി പറയുന്നില്ല. അല്ലോ ഈ തങ്ങൾക്ക് പടച്ചോനെ ഒരുപാട് പാപങ്ങളുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ, ആരും അതിനു വേണ്ടി പോകുന്നില്ല. അതല്ലെങ്കിൽ ഉള്ളാളത്തെ സയ്യിദ് മദനിയെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ദർഗയിൽ പോയിട്ട് ഇന്നയാളെ കണ്ടിട്ട് എനിക്കൊന്ന് പരലോക ബോധം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ആരാ ഉറൂസിന് പോകുന്നത്, ആരാ ദർഗയിലേക്ക് പോകുന്നത്? അല്ല. അവരോട് ആഗ്രഹങ്ങൾ പറയാനാണ്, അവരോട് സങ്കടങ്ങൾ പറയാനാണ്. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ വേണം, ഇനി കുട്ടികൾ ഉള്ളവർക്ക് തന്നെ ആൺകുട്ടിയില്ലാത്തവർക്ക് ആൺകുട്ടിയെ വേണം, പെണ്ണില്ലാത്തവർക്ക് പെണ്ണ് വേണം, ചിലർക്ക് വിവാഹം ക്യാൻസലാകണം, ചിലർക്ക് ഇഷ്ടപ്പെട്ടവളെ കിട്ടണം, ചിലർക്ക് ഇഷ്ടമില്ലാത്തവരെ തട്ടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്ക് മകളെ കെട്ടിക്കണം, ചിലർക്ക് മതിൽ കെട്ടണം, ചിലർക്ക് വേലി കെട്ടിക്കണം. ഒരു 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയതാ ഖബറിലേക്ക് സിയാറത്തിന് പോകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പോകട്ടെ, ഖബർ കെട്ടിപ്പടുക്കുന്ന സംസ്കാരം എവിടെ നിന്ന് വന്നതാണ്? പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. ഈ ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും മദീനത്തെ ഒരൊറ്റ റൂമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരൊറ്റ ഖബറും ഒരു ചാണികപ്പുറം ഉയർത്തിയിട്ടില്ല. ആരാ ഇത് കണ്ടത്? നിങ്ങൾ കണ്ടോ? ഇല്ല. ഞാൻ കണ്ടോ? കണ്ടിട്ടില്ല. കണ്ടവര് പറഞ്ഞതാണ്. ഏത് കാലത്ത് കണ്ടവർ? നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ. ആരാ നമ്മുടെ ഉമ്മ? ആയിഷ റളിയല്ലാഹു അൻഹാ, മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, നമ്മുടെ ഹബീബിന്റെ ഭാര്യയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടും 10-40 കൊല്ലത്തോളം ആ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, അവരോട് സമ്മതം ചോദിച്ചിട്ട് ആ റൂമിലേക്ക് കയറിപ്പോയ ആ കണ്ട വ്യക്തി പറയുകയാണ്, ഞാനവിടെ 3 ഖബർ കണ്ടു, ആ 3 ഖബറും ഒരു ചാണികപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അതാണോ വിശ്വസിക്കേണ്ടത്? അതോ ഇന്റർനെറ്റിൽ ചില ആളുകൾ ചില കള്ളചാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? എന്നിട്ടത് ആക്ഷേപിച്ചപ്പോ എന്ത് പറഞ്ഞു നടന്നു? കണ്ടോ, ഹുസൈൻ സലഫി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ ജാറം അത് കള്ളജാറമാണെന്ന് പറഞ്ഞില്ലേ എന്ന് പാവപ്പെട്ട മനുഷ്യന്മാരുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി ചിലരൊക്കെ നോക്കിയില്ലേ? പക്ഷേ സാധിച്ചില്ലല്ലോ. ജനം തിരിച്ചറിഞ്ഞു. ഇന്റർനെറ്റിൽ ചില ജാറങ്ങളൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കിയില്ലേ? ആ ജാറങ്ങളൊക്കെ ഇന്റർനെറ്റിൽ നിന്നിപ്പോ പൊളിച്ചു മാറ്റിയില്ലേ? എവിടെ പോയി? നിങ്ങളുടെ നെറ്റിലുണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജാറമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുത്തിരുന്ന ഫോട്ടോ എവിടെ പോയി? ഇതാ മുജാഹിദ് പ്രസ്ഥാനം ഖണ്ഡനം നടത്തുന്നത് ഇതിനാണ്. മുജാഹിദുകൾ പ്രബോധനം നടത്തുന്നത് ഇതിനാണ്. പല രൂപത്തിലുള്ള പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദഅവത്ത്, ഞങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാരായ ഞങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരും എല്ലാ ആളുകളും ഞങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന് ഉപകാരമുണ്ട്.
മാറി വന്നില്ലേ? മാറ്റങ്ങളെമ്പാടുമല്ലേ? എന്തെല്ലാം വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ പല രൂപത്തിലുള്ള ഖബറുകളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള സംവിധാനങ്ങളും ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ ഈമാനിനെ പോക്കറ്റടിക്കുകയാണ്, അവരുടെ വിശ്വാസത്തെ തന്നെ തകർക്കുകയാണ്. അങ്ങനെ ചാറങ്ങളിൽ ഉറൂസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യഭിചാരങ്ങൾ നടക്കുന്നില്ലേ? തോന്നിവാസങ്ങൾ നടക്കുന്നില്ലേ? മദ്യപാനം നടക്കുന്നില്ലേ? വേണ്ടായ്മകൾ നടക്കുന്നില്ലേ?